നമ്മൾ ഒളിച്ച് കളിക്കൂലയാ. ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഒളിച്ച് കളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവളും കൂടെ നമ്മളെ വീട്ടിന്റെ അറയിൽ കയറി ഒളിച്ച്. ഇതാരാ വന്ന് പൂട്ടിയിട്ട് അങ്ങ് പോയി. ഇത്രയ്ക്കും ചെയ്തു വരുന്ന ആൾക്കാർക്ക് കേട്ടോ അവിടെ ഇല്ലയോ? തന്നെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മളെ തിരക്കി വീട്ടുകാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പാഞ്ഞു നടക്കും. പക്ഷെ എന്റെ എവിടെ അവസ്ഥ എന്തെന്ന് അറിയാമോ? ടി വി ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരെ പോലെയാണ്. ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരാഴ്ച നമ്മൾ അവിടെ അങ്ങനെ ഇറങ്ങി അറയ്ക്കാത്തൊന്ന് താക്കോലിന്റെ പഴുതിലൂടെ നമ്മൾ ഇറങ്ങി വന്നു. പഴുതടയ്ക്കാൻ വേണ്ടി മുടിയുടെ കള്ള ഒഴിച്ചു വിടുന്നേട്ടെ. അന്നത്തെ സംഭവം. പിന്നെ എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് വെറും 7 വയസ്സ്. 7 വയസ്സ്. ഞങ്ങളത് എന്റെ അമ്മാവന്റെ മോള് മഞ്ജുറ്റ ഞാൻ അവർക്ക് 18 വയസ്സ് വരെ ഞങ്ങൾ കഞ്ഞിക്കറിയൊക്കെ കളിക്കുവായിരുന്നു. അവളെ കല്യാണത്തിന്റെ തലേദിവസം കേട്ടാ അവിടെ കല്യാണത്തിന്റെ തലേദിവസം അവൾ എന്നോട് അണ്ണ വേണ രണ്ട് വണ്ണപ്പറ്റു കല്യാണം കഴിക്കാൻ പോലെ. അപ്പൊ എല്ലാരും പറയും ഈ മഞ്ജുഷ മിക്കവാറും ഇപ്പം കേട്ടു ദാസം കിട്ടുമെന്ന് പറഞ്ഞു. അവർ കിട്ടിയില്ല പോയി. ആരാ മഞ്ജുഷ? ഏതവളാ മഞ്ജുഷ? ഏതവളായി മഞ്ജുഷ? ഇത്രയും കഥകൾ പറഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യ രാത്രി എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞു. ഏതവളാ മഞ്ജുഷ? അല്ല അത് അറിയാത്ത പ്രായത്തില ഒന്നും അറിയാത്ത പ്രായത്തില. വയസ്സ് എത്രയായിരുന്നു? എനിക്ക് 22 വയസ്സ്, അവൾക്ക് 18. അറിയാത്ത പ്രായമാണ് ആദ്യത്തെ കാമുകിയ മഞ്ജുഷ. 22 വയസ്സിലാണോ നിങ്ങൾ കഞ്ഞിയും കറി വെച്ചത്? നിങ്ങൾ എന്നെ പറ്റിച്ച്. നിങ്ങൾ എന്നെ ഇന്ന് രാവിലെ പോകാനായിട്ടേ അങ്ങനെ നമ്മള് അപ്പൂപ്പനെ കാണാൻ പോകാനായിട്ട് ഇട്ടു. പക്ഷെ കയ്യില് ശരിയായി. നിന്നെ റീടെസ്റ്റിന് എടുത്തോ ഇത്ര പേര് അടിക്കാൻ വേണ്ടി? നിങ്ങൾ കഥ മാറ്റരുത്. ആരാ മഞ്ജുഷ? കുഞ്ഞുനാളിലല്ല 22 വയസ്സുള്ളപ്പോ അവള് മഞ്ജുഷ നിങ്ങളുടെ സ്നേഹിക്കുന്ന പോലെ നിന്നെ മറ്റാരും സ്നേഹിക്കുന്നുണ്ടോടി? അപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയം. സംശയം എന്നെ വേറെ അല്ല സ്നേഹിക്കുന്നത്. സംശയം ഞാൻ സ്നേഹിക്കുന്ന പോലെ പിന്നെ ആരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു? മഞ്ജുഷ ആരാന്ന് ഇപ്പൊ പറയണത്? മഞ്ജുഷ എനിക്ക് അറിയത്തില്ല. വേറെന്തെങ്കിലും പറയാം. 22 വയസ്സ് അറിയാത്ത പ്രായം. ഞാൻ ഒരു കാര്യം പറയട്ടെന്ന്. മഞ്ജുഷ സത്യം പറയാം. നിങ്ങൾ ബഹളം ഞാൻ ഒരു കാര്യം പറയട്ടെന്ന്. അപ്പൊ ഇവിടെ വാങ്ങി അപ്പൂപ്പന്റെ കാര്യമല്ല മഞ്ജുഷ ആരാന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ മതി. മഞ്ജുഷ ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന എന്തായിരുന്നു? അപ്പൊ വിട വാങ്ങി. കഴിഞ്ഞ 1.5 ആഴ്ച രാവും പകലും ഞാൻ അവിടെ പോയി നിന്നിട്ട് ഒരു മനുഷ്യർ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ചതിയല്ലയോ കാണിച്ചത്? വീട് വാങ്ങിച്ച കാര്യം പറയണ്ടായോ? വീട് വാങ്ങിയതല്ല, അപ്പൊ സ്മൃതിയായി. അവളെ വീട്ടിൽ കേറ്റരുത്, അപ്പൂപ്പനെ നോക്കാൻ നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. കുടുംബത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു കേട്ടുന്നത്? അപ്പൂപ്പൻ പോയി. അവളെ കൊണ്ടുപോയോ? ഞാനെങ്ങനെ നോക്കുന്നായി പറയുന്നത്? എന്റെ പൊന്നളിയ അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയത്. എന്നെ കൂടെ കൊണ്ടുപോകാൻ തോട്ടുമുക്കിലെ സ്ഥലം കൊണ്ടുപോകാൻ എന്നെ കൂടെ കൊണ്ടുപോയോ? ആർക്കാണ്ടൊക്കെ എഴുതി കൊടുത്തു. ഞാനേ അങ്ങനെ അപ്പൂപ്പ പോയാ തോണ്ട പോയോ? അപ്പൂപ്പ പോയത് കണ്ട തോട്ടുമുക്കിലെ സ്ഥലം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പൂ മരിച്ചില്ലേ? മരിച്ച്. അപ്പൂപ്പ മരിച്ചെന്ന് കണ്ടോ? നിനക്ക് വന്നപ്പോഴേ പറയത്തില്ല അപ്പൊ മരിച്ചു പോയത്. ഇപ്പൊ ഈ കൊച്ചിനെ കരയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നതിന്? അപ്പൊ മരിച്ചു എന്നല്ലേ പറഞ്ഞ? അല്ല ഞാൻ കൊന്നെന്ന് പറഞ്ഞ ഇറങ്ങി പോണെന്നാ. അല്ലെ അങ്ങനെ പറയരുത്. എനിക്കിനി കൊല്ലത്ത് അപ്പച്ചന്റെ വീട്ടിൽ പോയി പറയണം. അറിയാമോ എന്താ ഈ മരണം പോയി പറയണം എനിക്ക്? നീ പോ, ഞങ്ങൾ പോയേക്കാം മരണത്തിൽ. അതല്ലേ അതായത് എനിക്ക് കൊല്ലത്ത് പോവാനെ 2000 രൂപ വേണം കാരണം പറയാനേ. 4000 രൂപ പോയി. വീണ്ടും പൈസ കടം വാങ്ങിച്ചു. 10,000 വീണ്ടും 4000 രൂപ കടം വാങ്ങിച്ചു.